അപ്പോൾ പൂനെയിൽ ആദ്യമായിട്ട് വിട്ട് പോയി നിൽക്കുകയാണ്. മുന്നൊക്കെ പോയപ്പോൾ 10 ദിവസത്തേക്ക് നിന്നുണ്ടായിരുന്നു. പക്ഷെ അതുപോലെയല്ല, ഇപ്പോ ഒരു വർഷത്തിലല്ലേ കോഴ്സ് ഉള്ളത്, 2 years അല്ലേ. അപ്പോൾ 2 years പോവാണ്. അപ്പോ എന്താ പറയാ, ഫസ്റ്റ് ഓഫ് ഓൾ നിനക്ക് ആ ഒരു അവിടെ എത്തിപ്പെടാൻ കാണിച്ചു, മീൻസ് നിനക്ക് ആ ഒരു അഡ്മിഷൻ കിട്ടി, അതിന് നീ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ഹാർഡ് വർക്കിന് എല്ലാവരും ഗിവ് എ ഗുഡ് ക്ലാപ്പ്. ഓക്കെ, രണ്ടാമതായിട്ട് നീ അവിടെ പോയി മാതാപിതാക്കളൊക്കെ മാറി നിന്ന് പഠിക്കാൻ എടുത്ത ബോൾഡ് ആയിട്ടുള്ള തീരുമാനം, ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ട് അവിടെ എത്തുമ്പോൾ നീ ഒരുപാട് ആഗ്രഹിച്ച്, നിനക്കറിയാം നീ എന്താ ചെയ്യുന്നത്. നീ അത്യാവശ്യം നല്ല ഒരു വിഷനുള്ള കുട്ടിയാണ്. സോ യു ആർ വെൽ പ്ലാൻഡ്, നീ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്, എവറിത്തിങ് ഇസ് ഗുഡ്. പക്ഷേ നമ്മൾ അവിടെ എത്തുമ്പോൾ എന്തായിരുന്നാലും ഒരുപാട് ചലഞ്ചസ് ഉണ്ടാവും. ഓക്കെ, ഒത്തിരി ചലഞ്ചസ് ഉണ്ടാവും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഡൗൺ ആവാൻ പാടില്ല. നമ്മൾ ഓരോ സമയത്തും നമ്മളതായിട്ടുള്ള ആ ഒരു പ്രായത്തിൻ്റെയും ആ ഒരു നമ്മൾ പഠിച്ചിട്ടുള്ള ആ പക്വത കാണിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ അതിജീവിക്കണം. ഓക്കെ, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഒരു വിളിപ്പുറത്ത് ഉണ്ടാവും. പക്ഷേ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും യു വിൽ ഡു വാട്ട് എവർ യു പ്ലാൻ ടു ഡു. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. അപ്ഡേറ്റ്സ് എല്ലാം അറിയിക്കുക. കോളേജിലെ വിശേഷങ്ങളൊക്കെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അവതരിപ്പിക്കുക. എന്താണെങ്കിലും സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലൊക്കെ ഗ്രൂപ്പിലൊക്കെ അവതരിപ്പിക്കുക. We are waiting to hear from you. Okay? Thank you. You want to say something? ഇനി അടുത്ത ആരാണ് സംസാരിക്കുന്നത്? റിഫാസിന് കൊടുക്കട്ടെ. റിഫാസ് ഈ യാത്രയെ പറ്റിട്ടോ, എനിക്ക് പറയാനുള്ളതൊക്കെ ചുരുക്കി പറഞ്ഞാല് എന്താണ്, മമ്മൊക്കെ ഇതിനെ പറ്റിയിട്ട് വീട്ടിൽ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും ഓരോ എക്സ്പീരിയൻസ് ഒക്കെ. അപ്പൊ പ്രത്യേകിച്ചിട്ടൊക്കെ ഒന്നും പറയാനില്ല, പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് അറിയണത് തന്നെയാവും. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ബുക്കില് കുറെ കാണുന്ന പഠിച്ചതിൽ പലതൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴതൊക്കെ അറിയാം. എന്നിരുന്നാലും നമ്മൾ ഇതേപോലെയൊക്കെ ട്രിപ്പ് വരുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നമുക്കുള്ള കുറെ കാര്യങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വീക്ക്നെസ്സസ് ഒക്കെ അതൊക്കെ തന്നെ, വേറൊന്നുമില്ല. ഓക്കെ, വളരെ സൂപ്പർ ആയിരുന്നു ഈ ട്രിപ്പ്. തൃശ്ശൂരങ്ങൾ, അഫങ്ങൾ എല്ലാം നല്ല കാണുമ്പോൾ വളരെ സന്തോഷമായി. അല്ലെങ്കിലും ഒരു പണ്ടുണ്ടാകുമ്പോൾ ഒരു ഇവിടെ വരച്ചിരിക്കണ ഞാൻ കൂട്ടുന്നുണ്ട്, ഏതും സന്തോഷമുണ്ട്. എപ്പം ടൂറ് പോകുന്നുണ്ടെങ്കിലും എന്നെയും കൂട്ടിയാണ് പോവുക. എല്ലാം കുടുംബജീവിതം സന്തോഷത്തിനും സമാധാനത്തിനും ആക്കി തരട്ടെ. ഈ ഐക്യം അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉമ്മയിൽ നിന്നൊക്കെയാണ്. കാരണം ഉമ്മാക്ക് എന്തെങ്കിലും അസുഖം വന്ന് ഹോസ്പിറ്റലൊക്കെ ഉണ്ടാകുമ്പോൾ, നമ്മളൊക്കെ വിദേശത്താണ്, അപ്പോൾ ആമയാണ് കൂടുതൽ ഉമ്മാനെ പരിചരിക്കാനൊക്കെ ഉണ്ടാവാറ്. മക്കളെല്ലാവരും ഉണ്ടാവാറുണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ടാവാറുണ്ട്. എന്നാലും ഉമ്മയും ആമയും തമ്മിലുള്ള ഒരു അടുപ്പം, ആ ഒരു സ്നേഹം, അതൊക്കെ കണ്ടാണ് നമ്മൾ വളരുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഉള്ള എല്ലാ കുട്ടികളോടും പറയാനുള്ളത്, മുഹമ്മദ്, ദാര, ഇസ്ര, റിസ, ഇഷാൻ, ജുബീൻ, എല്ലാവരോടും പറയാനുള്ളത്, നമ്മളെപ്പോഴും കോണ്ടാക്റ്റഡ് ആയിരിക്കാം. ഓക്കെ, ഇനി അടുത്ത ആരാണ്? ഇസ്രമോട് തലമാരാൻ അറിയാം. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം പ്രത്യേകം പറയേണ്ടതില്ല, നമ്മൾ ഈ യാത്രയുടെ എന്താ പറയുക, ഓരോ യാത്രയും സന്തോഷകരമാണ്. എന്നാല് നേരത്തെ അവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും പിന്നെ അന്ന് അർപ്പൻ്റെ കല്യാണത്തിന് ശേഷം വീണ്ടും ഒരു ഒരുമിച്ച് കൂടൽ ഈ ഒരു യാത്രയിലായിരുന്നു. ഒരുപാട് നല്ല നല്ല മുഹൂർത്തങ്ങൾ ഒപ്പിയെടുത്ത് മനസ്സിലൊന്ന് സൂക്ഷിക്കാനും താലോലിക്കാനും പറ്റിയ ഒരുപാട് അവസരങ്ങൾക്ക് പിന്നെ ഒരുക്കി തന്ന നമ്മുടെ പ്രിയപ്പെട്ട ആങ്ങളമാർക്ക് ഒരു ബിഗ്